ഹലോ ഡിയേഴ്സ്, ഇന്ന് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അച്ചുകുട്ടിൻ്റെ പിറന്നാളാഘോഷമാണ് കേട്ടോ ഈ വീഡിയോയിൽ. ഈ വീഡിയോയിൽ ഈ കാണുന്നത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. നാത്തൂൻ എന്ന് വെച്ചാൽ മനുവിൻ്റെ ചേച്ചി, പിന്നെ നാത്തൂൻ്റെ മോളും, പിന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ സുഹൃത്തെ ഇക്കയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവനെ ഹാപ്പിയാക്കി, ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇത് അവന് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. നോക്കിക്കോ അവൻ്റെ എക്സ്പ്രഷൻ. അവനൊരു 5-6 മാസമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഹോട്ട് വീൽസ് വാങ്ങിച്ചാൽ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനങ്ങളിൽ ഒന്നാണല്ലോ അല്ലേ ഹോട്ട് വീൽസ്. എന്താണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, എന്നാലും ആ കുഞ്ഞു കുഞ്ഞു കാറ് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. എന്നോട് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പിന്നെ മേടിച്ചു തരാം എന്ന് പറയുമായിരുന്നു. എന്ത് സാധനം ചോദിച്ചാൽ അപ്പം തന്നെ അങ്ങ് മേടിച്ചു കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ. അതത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അവനെക്കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യിച്ചിട്ട് ഞാൻ അതിനൊരു ഗിഫ്റ്റ് പോലെയാണ് ഞാൻ അവന് മിക്ക സാധനങ്ങളും മേടിച്ചു കൊടുക്കാറ്. ഇനി അടുത്തത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായ ഒരു ഗിഫ്റ്റ്. അയ്യോ, To Ahan from Alhan. Happy birthday, dear Ahan. You are my best friend. Happy vacation. Stay blessed with love. Alhan. അച്ചു ഓപ്പൺ ചെയ്തോ. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനൊരു കുറച്ചു കാലമായിട്ടുള്ള പ്രിയപ്പെട്ടവനാണ് അൽഹാൻ. ഗിഫ്റ്റ് നോക്കട്ടെ, അയ്യോ നിലത്തിലല്ലേ, നോക്കട്ടെ. Thank you. ഹാപ്പി അല്ല അച്ചോ? പിന്നല്ല. അൽഹാൻ എൻ്റെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം പുറത്തോടെയൊക്കെ നടന്നു. പിന്നെ അടുത്തതായിട്ട് നാട്ടിലേക്ക്, അതായത് തൃശ്ശൂരേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചക്ക പറിക്കുമായിരുന്നു കേട്ടോ മനുവേട്ടൻ. അപ്പം ഞാൻ എടുത്ത വീഡിയോ ആണ്. ഒരു ചക്ക പറിക്കുന്ന അങ്കാണ് ഈ കാണുന്നത്. ചക്ക ചക്ക ചതയാതെ എങ്ങനെ പറിക്കാം, അപ്പാപ്പന്റെ നിർദ്ദേശം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്, കാണട്ടെ അമ്മോന്താ. എന്റെ ആരാധകരുണ്ടല്ലോ, എന്നെ അമ്മാമ്മയെന്നൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. കൈ കത്തിക്ക് മൂർച്ചയുണ്ട് കേട്ടാ. എന്നിട്ട് കത്തിയും എടുത്തിട്ട് കയറ് തുമ്പും കൂടും. മിക്കവാറും എന്താ ചെയ്യാൻ പോണത് ചോദിച്ചാ ആ മൂർച്ച നടത്തോട്ടിട്ട് അങ്ങനെ ഉണ്ടാകും. കയറിനോട് ഞാൻ പിടിക്കാം, നീ മുറിക്കുമ്പോ ഒറ്റയടിക്ക് പോരുവേ. നിങ്ങളൊന്ന് വേഗം ആക്കോ, കയറ് വിടറാ. കിട്ടി ഒരു പോറൽ പോലും വെക്കാത് ചക്ക. ഇത് മൂത്ത വെച്ചാ പഴുക്കോ? 90% പഴുക്കോ? പഴുക്കുന്നാണ് എന്റെ വിശ്വാസം. അതിന്റെ മുള്ളു പരന്ന് കഴിഞ്ഞിട്ടുണ്ടേ പഴുക്കുന്നല്ലേ? ആയില്ലേ? ആയില്ലെങ്കിൽ ആയാലും കൊണ്ടുപോകുക, പുഴുങ്ങി തിന്നോളൂ. ആയില്ലെങ്കിൽ പുഴുങ്ങി തിന്നാൻ പറ്റുമോ? മതി ഒരെണ്ണം മതി നമുക്ക്. ഈ 2 ചക്ക നമുക്ക് വേണ്ട കേട്ടോ, ഒരെണ്ണം മതിയേ. ഒരെണ്ണം മാത്രം മുറുക്കി. കയറ് അടിയിൽ നിന്ന് എടുത്ത് വളർത്തിട്ട് മുകളിലേക്ക് എടുക്കും. ചക്ക എല്ലാ പ്രശ്നം സൂക്ഷിച്ചു വേണം. എന്നിട്ട്
അത് ഊർന്ന് പോരില്ലേ? ഇല്ല പോയില്ല. കൊടുക്കാം. ഞാൻ അറിഞ്ഞ കൊണ്ടുള്ളൂ അതിന്. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, മാറി നിന്നു. ആ കടിക്ക് കയറ് വിട്ടു പോയാൽ നമുക്ക് നോക്കാം ഗൈസ്, ഇത് ചതയോ ഇല്ലയോ. ചതഞ്ഞില്ല, അത് മൂത്തിട്ടില്ലെന്ന് തോന്നുന്നു. അതിൽ നിന്ന് കണ്ടോ ഒത്തിരി കറ ചക്കേന്റെ ഇത് മുളഞ്ഞീന് വീഴുന്നുണ്ടോ? ആണോ? പിന്നെ ഇതിന്റെ ഈ ചക്കേന്റെ ഈ സാധനം ഇങ്ങനെ പൊട്ടാതെ ഇങ്ങനെ വലിഞ്ഞ് എന്താ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ അയ്യേ, സൂക്ഷിച്ച് പയ്യെ ഞാൻ പിടിക്കാം. മറ്റത് പോയി, മറ്റേ നല്ല മൂത്ത് അരിയതിങ്ങനെ മുള്ളു പരന്നു. അതാണ് നമ്മൾ പറക്കാൻ വേണ്ടി നിന്നത്. ഇവിടെ പണിയൊക്കെ വരുന്ന കട്ട കുട്ടിയവന്മാരാണ് ഗതയില കിടന്നത്. എന്റെ ചാച്ച നമ്മളെ വരുമ്പോഴേക്ക് അത് പഴുത്തു പോകുന്നു. അങ്ങനെ കയറും കത്തിയൊക്കെ ആയിട്ട് ചക്ക പറിച്ച്. ആ ആ എന്താ പരിപാടി? എന്തിനാടാ അടിക്കുന്നേ? അവളെല്ലാം വീഡിയോ ഇതെങ്ങാനും പുറത്ത് വന്നാ പുറത്ത് വരാതെ ഞാൻ നോക്കുന്നതായിരിക്കും. ഒരു തേങ്ങ ദേ കരിക്ക് പറിച്ചെടുത്തു. എന്തെങ്ങാനും പറിക്കുവോ? വീട്ടിലുള്ള സകല സാധനവും പറിച്ച്. ഞാൻ കാര്യമാരൊന്നും കേട്ട ഭാഗം നടത്തിയിട്ടില്ല. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തെങ്ങാനും ആവോ? ഇങ്ങനെയാണോ കരിക്ക് വെട്ടുന്നേ? ഇത് കരിക്കലടി, നിന്റെ കഴുത്ത് വെട്ടുന്ന. തമാശക്ക് പോലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ആ ശരിയാ, തമാശക്ക് പോലും പറയാൻ പാടില്ല അങ്ങനെ. ആ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, പ്രത്യേകിച്ച് എന്നെ. എന്തുവാണ് കേട്ടത്? നോക്കേച്ചി, അപ്പുറ സൈഡല്ലേ വെട്ടണ്ടേ? അല്ല അതാ ഞാൻ പറഞ്ഞ അപ്പുറ സൈഡാ വെട്ടണ്ടേന്ന്. തിരിച്ചു പിടിച്ച് വെട്ടി. ഇതാ വന്ന് കുടിച്ചോ ദീപേ, ഇവിടെ വന്ന്. അയ്യോ, അത് പകുതി കളഞ്ഞ്. മതി. അപ്പോൾ എല്ലാവരും ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള അടിയും വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ബൈ.